ജൂൺ 4-ന് ജനവിധി വന്നു. മൂന്നാം തവണയും ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എ മുന്നണി അധികാരത്തിൽ തിരിച്ചെത്തി. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പോലും കിട്ടാതെ മുന്നണി സംവിധാനത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള ആദ്യത്തെ മോഡി സർക്കാർ. ഭരണകക്ഷിയും മറ്റു പ്രതിപക്ഷ കക്ഷികളും ഒരുപോലെ പുച്ഛിച്ചു തള്ളിയിരുന്ന, ആവശ്യം വരുമ്പോൾ കെട്ടിപ്പിടിക്കുകയും വേണ്ടാതെ വരുമ്പോൾ തള്ളിക്കളയുകയും ചെയ്തിരുന്ന കോൺഗ്രസ് എന്ന നാഷണൽ പാർട്ടിയുടെ ഗംഭീര തിരിച്ചുവരവും ഈ ഇലക്ഷന്റെ പ്രത്യേകതകളാണ്. രണ്ടു കൂട്ടരും ഒരുമിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു മത്സരം അല്ലാത്തതുകൊണ്ട് ആരാണ് ഈ ഇലക്ഷനിൽ തോറ്റത് എന്ന് നമ്മൾ നോക്കി അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ മഹത്തായ ജനവിധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രണ്ട് പ്രധാന നാഷണൽ പാർട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രവർത്തന മാറ്റത്തെയും ലക്ഷ്യമാറ്റത്തെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യണം. ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. 5 സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് 2024 പീപ്പിൾസ് മാൻഡേറ്റിനെ കുറിച്ചാണ്. ഹു ഹാസ് ലോസ്റ്റ് ദിസ് ഇലക്ഷൻ? ആരാണ് ഈ ഇലക്ഷനിൽ തോറ്റത്? ഇരു കൂട്ടരും ഒരുപോലെ വിജയം അവകാശപ്പെടുന്ന ഈ മത്സരത്തിൽ ആര് ജയിച്ചു, ആര് തോറ്റു എന്ന് മനസ്സിലാക്കേണ്ടത് വളരെയധികം ആവശ്യമുള്ളതാണ്. 4 പ്രധാന കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആരാണ് ഈ ഇലക്ഷനിൽ പരാജയപ്പെട്ടതെന്ന് നോക്കാം. ഇലക്ഷൻ സ്ലോഗനുകളും അവയുടെ തിരിച്ചടികളും വാഗ്വാദങ്ങളും മാറ്റി നിർത്തിയാൽ ജയപരാജയം മനസ്സിലാക്കാൻ ഈ ഇലക്ഷനിലെ 4 കാര്യങ്ങൾ നോക്കിയാൽ മതിയാവും. 1. വോട്ട് ഷെയർ. 2019 ബി.ജെ.പിയുടെ വോട്ട് ഷെയർ 37.30% ആയിരുന്നുവെങ്കിൽ അത് 5 കൊല്ലം കഴിഞ്ഞ് 2024 എത്തിയപ്പോൾ 36.56 കുറഞ്ഞു. 0.74ന്റെ കുറവ്. 2019 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ 19.40 ആയിരുന്നെങ്കിൽ അത് 2024 ആയപ്പോൾ 1.73% കൂടി 21.19 വന്ന് നിൽക്കുന്നു. ബി.ജെ.പിയുടെ വോട്ട് ഷെയർ മാർജിനൽ ആയിട്ടാണെങ്കിലും ഈ 5 കൊല്ലം കൊണ്ട് ചെറിയൊരു ഇടിവ് സംഭവിച്ചിരിക്കുന്ന സ്ഥലത്ത് കോൺഗ്രസ് അവരുടെ വോട്ട് ഷെയർ മെച്ചപ്പെടുത്തിയിരിക്കുന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പ്രതീക്ഷിച്ച കക്ഷിയുടെ വോട്ട് ഷെയർ തന്നെ കുറഞ്ഞു എന്നുള്ളത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് അവർ പരാജയപ്പെട്ടു എന്ന് പറയാനാവില്ല. കാരണം വോട്ട് ഷെയറിൽ വന്നിരിക്കുന്ന ഇടിവ് ഒരു ചെറിയ കുറവ് മാത്രമാണ്. 2. വാരണാസി മണ്ഡലം. 2019 വെച്ച് നോക്കുമ്പോൾ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് 2024 കിട്ടിയ വോട്ടിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട് ഈ വാരണാസി മണ്ഡലത്തിൽ. അതുപോലെ വിന്നിംഗ് മാർജിൻ 3.25 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷമായി കുറഞ്ഞു എന്നത് വളരെ പ്രസക്തമാണ്. വോട്ടെണ്ണൽ തുടങ്ങി ഏതാണ്ട് 15 മിനിറ്റ് നേരത്തോളം അദ്ദേഹം 5000 വോട്ടിന് പുറകിൽ പോയി വാരണാസിയിൽ എന്നത് കൂടി വായിക്കുമ്പോൾ പരാജയത്തിന്റെ ത്രാസ് ബി.ജെ.പിക്ക് വിരുദ്ധമായി താഴുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 3. റായ്ബറേലി മണ്ഡലം. പപ്പു എന്ന് വിളിച്ച് കൂടെ നിൽക്കുന്നവർ പോലും കളിയാക്കിയ രാഹുൽ ഗാന്ധി 2019 റായ്ബറേലിയിൽ സോണിയാഗാന്ധി പിടിച്ച വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുന്നതും വിന്നിംഗ് മാർജിൻ ഇരട്ടിയാക്കിക്കൊണ്ട് 4 ലക്ഷത്തിലേക്ക് ഉയർത്തി എന്നതും വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. 4. അയോധ്യ അല്ലെങ്കിൽ ഫൈസാബാദ് മണ്ഡലം. ഈ ഇലക്ഷനിലെ തംകാർഡായി ബി.ജെ.പി ഉപയോഗിച്ച അയോധ്യ ശ്രീരാമക്ഷേത്രം നിലനിൽക്കുന്ന അയോധ്യ മണ്ഡലം അല്ലെങ്കിൽ പഴയ ഫൈസാബാദ് മണ്ഡലം ബി.ജെ.പിക്ക് നഷ്ടമായി. കഴിഞ്ഞ തവണ ബി.ജെ.പിയിലെ ലല്ലു സിംഗ് 5,28,000 പരം വോട്ട് പിടിച്ച് ജയിച്ച മണ്ഡലം 2024 സമാജ്വാദി പാർട്ടിയുടെ അവതേഷ് പ്രസാദ് 54,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷനിലെ സീറ്റുകളുടെ എണ്ണം 303-ൽ നിന്ന് 240-ലേക്ക് കൂപ്പുകുത്തിയതിനേക്കാൾ ഭീകരവും കനത്തതുമായ തോൽവി തന്നെയാണ്. കൂട്ടുകക്ഷികളുടെ സഹായത്താൽ ബി.ജെ.പി അധികാരം നിലനിർത്തുമെങ്കിലും ഭരണം 5 കൊല്ലം സുഗമമായി മുന്നോട്ട് പോകുമെങ്കിലും ഈ 4 കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത് ബി.ജെ.പിക്കുണ്ടായ പരാജയവും കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും വിജയവും തന്നെയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. തോൽവിയുടെ ആഘാതം. ബി.ജെ.പി 303-ൽ നിന്ന് 240-ലേക്ക് കൂപ്പുകുത്തി 63 സീറ്റിന്റെ കുറവ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരമായി ബി.ജെ.പിയുടെ തോൽവി 86 സീറ്റുകളിലാണ് എന്ന് നാം മനസ്സിലാക്കണം. അത് ഉത്തർപ്രദേശിൽ 29-ഉം രാജസ്ഥാനിൽ 10-ഉം മഹാരാഷ്ട്രയിൽ 14-ഉം കർണാടകയിൽ 8-ഉം ഹരിയാനയിൽ 5-ഉം ബീഹാറിൽ 5-ഉം ഗുജറാത്തിൽ അരുണാചൽ പ്രദേശിൽ ഓരോ സീറ്റ് വീതവും വെസ്റ്റ് ബംഗാളിൽ 6-ഉം ജാർഖണ്ഡിൽ 3 സീറ്റും കൂട്ടി ബി.ജെ.പിക്ക് മൊത്തം 86 സീറ്റിന്റെ തിരിച്ചടിയാണ് ഈ ഇലക്ഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഒഡീഷയിൽ 12-ഉം തെലങ്കാനയിൽ 4-ഉം ആന്ധ്രയിൽ 3-ഉം കേരള, ആൻഡമാൻ, ചണ്ഡീഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഓരോ സീറ്റ് വീതവും കൂട്ടി 23 സീറ്റ് ബി.ജെ.പി ഈ തവണ പുതുതായി ജയിച്ചത് എന്നതും പ്രസക്തമാണ്. ബട്ട് ഇറ്റ് കുഡ് ഹാവ് ബീൻ വേഴ്സ്. ബി.ജെ.പിയുടെ ഈ വീഴ്ച ഇതിലും ഭീകരമായേനെ. ബീഹാറിൽ നിതീഷ് കുമാറിനെ കോൺഗ്രസ് കൂടെ നിർത്തിയിരുന്നെങ്കിൽ, ആന്ധ്രയിൽ ചന്ദ്രബാബുവിനെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ, ബംഗാളിൽ മമതയുമായി പ്രീപോൾ അലയൻസ് കോൺഗ്രസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ, യു.പിയിൽ മായാവതിയുമായി ചില സീറ്റിലെങ്കിലും കോൺഗ്രസ് അലയൻസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ബി.ജെ.പിയുടെ സീറ്റ് നില ഒരുപക്ഷെ 200-ൽ താഴേക്ക് പോയേനെ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ കീഴിൽ കേന്ദ്രത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നേനെ.
ബി ജെ പിയുടെ കർണാടകയിലെയും ബംഗാളിലെയും രാജസ്ഥാനിലെയും മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തിരിച്ചടി അവർക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റിയെടുക്കാവുന്ന ഒന്നാണ്. കാരണം ഇവിടെയെല്ലാം ഹൈന്ദവ രാഷ്ട്രീയത്തിന് അടിത്തറയുള്ള സ്ഥലങ്ങളാണ്. മഹാരാഷ്ട്രയിൽ നിതിൻ ഗഡ്കരിയെ മുൻനിർത്തി സംസ്ഥാന ഭരണം നിലനിർത്താൻ ബി ജെ പി ശ്രമിച്ചാൽ അതിനെ മറികടക്കാൻ മഹാവികാസ് അഗാദി വിയർക്കേണ്ടി വരും. ബംഗാളിൽ മമതയുടെ തളർച്ച എന്നു തുടങ്ങുന്നുവോ അവിടെ തുടങ്ങി ബി ജെ പിയുടെ വളർച്ച സീറ്റ് നമ്പറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ബംഗാളിൽ ബി ജെ പി പ്രധാന പ്രതിപക്ഷത്ത് വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി. അവിടെ മമത കഴിഞ്ഞാൽ ബി ജെ പി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നതാണ് പരമമായ സത്യം. ഇതൊക്കെയാണെങ്കിലും ബി ജെ പിയുടെ യു പിയിലെ തകർച്ച ഭീകരമാണ്. അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ പ്രധാനമായിട്ടും യു പിയെ 4ആയിട്ട് തരംതിരിക്കാം. ഹരിയാനയോട് ചേർന്ന് കിടക്കുന്ന വടക്കൻ മേഖല, ബീഹാറിനോട് ചേർന്ന് കിടക്കുന്ന യു പി ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥിന്റെ മണ്ഡലമായ ഗോരഖ്പൂർ സ്ഥിതി ചെയ്യുന്ന പൂർവാഞ്ചൽ പ്രദേശം, പിന്നെ സെൻട്രൽ ഏരിയയായ അവധ് പ്രദേശം, പിന്നെ താഴെ മധ്യപ്രദേശിനോട് ചേർന്ന് കിടക്കുന്ന ബുന്ദേൽഖണ്ഡ് പ്രദേശം. ഹരിയാനയോട് ചേർന്ന് കിടക്കുന്ന വടക്കൻ മേഖല കരിമ്പ് കൃഷിക്ക് പ്രസിദ്ധമാണ്. ഇവിടെയാണ് സമാജ്വാദി പാർട്ടിയുടെ കോട്ട. കാർഷിക ബില്ലും അതിനെ തുടർന്നുള്ള സമരവും ബി ജെ പിയുടെ ഒരു നേതാവിന്റെ മകൻ കർഷക സമരക്കാരുടെ ഇടയിലൂടെ കാറോടിച്ചു പോയതും അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായതും ഈ പ്രദേശത്താണ്. ഇവിടെ പ്രശ്നങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പി കാസ്റ്റ് സമവാക്യങ്ങൾ നോക്കി ആളുകളെ നിർത്തിയത് കുറച്ചൊക്കെ ഗുണം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അവധിലും ബുന്ദേൽഖണ്ഡിലും ദളിത് കാസ്റ്റ് വോട്ടുകൾ ബി എസ് പിയുടെ കൂടെ കൺസോളിഡേറ്റ് ആയതും സമാജ്വാദി പാർട്ടിയുടെ മുസ്ലിം യാദവ കോമ്പിനേഷൻ വർക്കൗട്ട് ആയതും പോളിംഗ് ശതമാനം കുറഞ്ഞതും ബി ജെ പിയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പൂർവാഞ്ചലിൽ രാജ്പൂത് സമുദായവുമായുണ്ടായ അഭിപ്രായ വ്യത്യാസവും അലഹബാദിന് ചുറ്റുമുള്ള മണ്ഡലങ്ങളിൽ കനത്ത തിരിച്ചടി ബി ജെ പിക്ക് നൽകി. അതിനു പുറമെ യോഗിയുടെ അനുയായികളെ ഒഴിവാക്കി എന്ന രീതിയിലുള്ള മെസ്സേജും ഇലക്ഷന് ശേഷം യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുമെന്ന് പരത്തിയത് പൂർവാഞ്ചലിൽ കനത്ത തിരിച്ചടി ഉണ്ടാക്കി. ഇവിടെ തിരിച്ചു പിടിക്കാൻ ബി ജെ പി യോഗിയെ മുൻനിർത്തി ഇലക്ഷനെ നേരിടുക എന്ന സ്ട്രാറ്റജി ആയിരിക്കും ഇനി പയറ്റുന്നത്. ഹരിയാനയോട് ചേർന്ന വടക്കൻ മേഖലയിലും ബീഹാറിനോട് ചേർന്ന് കിടക്കുന്ന പൂർവാഞ്ചലിലും പുതിയ മിലിറ്ററി സെലക്ഷൻ പദ്ധതിയായ അഗ്നിവീർ സ്കീം ശരിക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. കാരണം ഈ പ്രദേശത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആർമിയിലേക്ക് ചേരുന്നത്. ഇത്രയും നെഗറ്റീവ് ഫാക്ടേഴ്സ് വർക്കൗട്ട് ചെയ്തതുകൊണ്ടും യു പിയിൽ അധികാര വടംവലിയെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ കൗണ്ടർ ചെയ്യാൻ പറ്റാത്തതും ബി ജെ പിയുടെ പാളിച്ച തന്നെയാണ്. അവർ ഓപ്പോസിഷന്റെ വാരിക്കുഴിയിൽ വീണു എന്ന് വേണം കരുതാൻ. ഇനി നമുക്ക് ഈ ഇലക്ഷനിലെ പ്രോമിസിംഗ് ആയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ നാഷണൽ പാർട്ടിയായ അവരുടെ നഷ്ടപ്രതാപം തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഓപ്പോസിഷൻ ലീഡർ സ്ഥാനം യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്ത് തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആം ആദ്മി പാർട്ടിയെ അപ്രസക്തമാക്കി പഞ്ചാബിൽ കോൺഗ്രസ് തിരിച്ചു വന്നതും ആം ആദ്മി പാർട്ടിയെ 3 സീറ്റിൽ ഒതുക്കിക്കളഞ്ഞതും യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഒരു വലിയ വിജയം തന്നെയാണ്. ചിതറിപ്പോയ മൈനോറിറ്റി വോട്ട് കോൺഗ്രസിന് പുറകിൽ കൺസോളിഡേറ്റ് ആയിട്ട് അടിയുറച്ചു നിൽക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ നാഷണൽ പൊളിറ്റിക്സിന് വളരെയധികം ഗുണകരമായ ഒരു കാര്യമാണ്. ഒരു നല്ല ഓപ്പോസിഷൻ കുറെ നാളുകൾക്ക് ശേഷം ഉണ്ടാവുന്നു എന്നതും രാഹുൽ ഗാന്ധി പപ്പുവിൽ നിന്ന് പഠാനായി മാറിയ ട്രാൻസ്ഫോർമേഷൻ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നല്ല സംഖ്യ ഉള്ളത് കൊണ്ട് പാർലമെന്റിനുള്ളിലായിരിക്കും ഇനി കൂടുതൽ സമര പരിപാടികൾ നടക്കുക എന്നതും ഒരു പരിധിവരെ തെരുവ് യുദ്ധങ്ങൾ കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അഡീഷണലായി 23 സീറ്റുകൾ കിട്ടിയതും ഒഡീഷയിൽ ചരിത്രത്തിലാദ്യമായി അധികാരം പിടിക്കാൻ സാധിച്ചതും അവരുടെ വോട്ട് ഷെയറിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടില്ല എന്ന കാര്യവും 2019 തുടങ്ങി 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഒരിക്കലെങ്കിലും അവർ 330ഓളം സീറ്റുകളിൽ ജയിച്ചിട്ടുണ്ട് എന്നതൊരു വലിയ കാര്യം തന്നെയാണ്. ബി ജെ പി യു പിയിൽ ബി എസ് പിയെ കൂടെ നിർത്താനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തമിഴ്നാട്ടിൽ AIADMK കൂടെ നിർത്താനും ശ്രമിക്കും. അടുത്തു വരുന്ന നിയമസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഈ കൂട്ടുകെട്ട്. യു പിയിൽ യോഗിക്ക് മോദി പരാജയപ്പെട്ട സ്ഥലത്ത് 2/3 ഭൂരിപക്ഷം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ 2009 ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ ലോഞ്ച് ചെയ്യാനുള്ള ശ്രമമായിരിക്കും ബി ജെ പി അടുത്തതായിട്ട് പയറ്റാൻ പോകുന്നത്. ബി ജെ പിയുടെ ഫോറിൻ പോളിസി, എക്കണോമിക് പോളിസി, അതുപോലുള്ള നാഷണൽ ഇമ്പോർട്ടൻ്റ് ഉള്ള പോളിസികളായ UCC, NRC എന്നീ കാര്യങ്ങൾ ശക്തമായി പുഷ് ചെയ്യാനായിരിക്കും അവരുടെ ശ്രമം. അലയൻസ് പാർട്ട്നേഴ്സിനെ ടെസ്റ്റ് ചെയ്യാനായിരിക്കും ആദ്യം അവർ ശ്രമിക്കുന്നത്. നാഷണൽ പ്രാധാന്യമുള്ള ബില്ലുകൾ പാസ്സാക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഗവൺമെന്റിനെ പിടിച്ച് താഴെയിടാൻ ശ്രമിച്ചു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു പുതിയ ഇലക്ഷനിലേക്ക് പോകുവാനും ഒരുപക്ഷെ ബി ജെ പി ചിന്തിക്കുവാനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ സാധിക്കില്ല. വരും കാലങ്ങളിൽ കണ്ടറിയേണ്ട 2 കാര്യങ്ങൾ: ഒന്ന്, മോദിജിയുടെയും രാഹുൽജിയുടെയും പാർലമെന്റിലെ പെരുമാറ്റവും അതുപോലെ പാർലമെന്റിന് പുറത്തുള്ള സമര പരിപാടികളുമാണ്. മറ്റൊന്ന്, ബി ജെ പിയുടെയും പുതിയ അലയൻസ് പാർട്ട്നേഴ്സിന്റെയും ഇടയിലെ ഒരു കെമിസ്ട്രി എങ്ങനെ വർക്കൗട്ട് ആവുന്നു എന്നതാണ്.
പിന്നെ ചരിത്രത്തിലാദ്യമായി മോഡിജി ഒരു പൂർണ്ണ ഭൂരിപക്ഷമില്ലാത്ത സർക്കാരിനെ എങ്ങനെ നയിക്കുമെന്നത് കൗതുകത്തോടെ തന്നെ കാണേണ്ട ഒന്നാണ്. താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് 5 seconds വ്യൂ ഓൺ ജനറൽ ഇലക്ഷൻ മാൻഡേറ്റ്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അവർ വീഡിയോ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. താങ്ക് യു.